ഹായ് ഓൾ, പുതിയൊരു ഷോപ്പിംഗ് വ്ളോഗ് കാണാം. ഇന്ന് നമുക്ക് താത്താൻ്റെ ഹൗസ് വാമിങ് ആവാനായി. അപ്പോൾ അവൾക്ക് വീട്ടിലേക്കുള്ള പുതിയ ഐറ്റംസ് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വളാഞ്ചേരി ക്ലാസിക്കോയിലാണ് വന്നിട്ടുള്ളത്. കിച്ചണിക്കുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് തുടങ്ങുകയാണ്, കാരണം 3 ഫ്ലോറിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ കോർണറിൽ നിന്നാണ് കേട്ടോ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ 2 സൈഡിലുണ്ട്, 2 ഡ്രോയിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആവശ്യമുള്ളത് അവർ ഇപ്പം ഇമ്മയും അവളും കൂടി അങ്ങനെ സെലക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ കുറേയൊക്കെ വീഡിയോ എടുക്കും, പിന്നെ കുട്ടികളെ നോക്കാനുണ്ട്. പിന്നെ കൺഫ്യൂഷനാണ് കേട്ടോ ഏതെടുക്കും എന്നുള്ളത്. പല സൈസിൽ പല വെറൈറ്റീസിലുണ്ടാവും. അപ്പോൾ അവരെങ്ങനെ നോക്കിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ കുറേയൊക്കെ അവൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അല്ലാത്തത് മാത്രമാണ് കേട്ടോ ഇവിടുന്ന് എടുക്കുന്നത്. ഞാൻ അല്ലോനും ലാമിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയും കറിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഇതെന്തായാലും പെട്ടെന്നൊന്നും കഴിയില്ല എന്ന് നല്ല ഉറപ്പായിരുന്നു. രാവിലെ വന്ന് ഞങ്ങൾ തിരിച്ചവിടെ 4 മണിക്കാണ് കേട്ടോ ഇറങ്ങണത്. അപ്പോൾ ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവർക്ക് ചപ്പാത്തി കൊടുത്തു. അവർ ഷോപ്പിൽ നിന്ന് ഇടയ്ക്കൊക്കെ വെള്ളം കൊടുന്ന് തരുന്നുണ്ട്. ഇതിങ്ങനെ ഓരോരോ ബാസ്ക്കറ്റിലായിട്ട് എടുത്തതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഇവർ ഡീസൻ്റായിട്ടൊക്കെ ഇരുന്നു, വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോരോ ഐറ്റംസ് ഇങ്ങനെ കാണുകയാണല്ലോ, അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഭയങ്കര ബോറടിയായി, കാരണം എടുക്കുന്ന ആൾക്കാർക്ക് ബോറടിക്കണില്ലെങ്കിലും കൂടെ നിൽക്കണ ഞങ്ങൾക്കൊക്കെ ബോറടിക്കൽ തുടങ്ങിയിട്ടാണ്. കാരണം കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പതുക്കെ പതുക്കെ പോണ്. അവളെ വീടിന് മാച്ചായത്, അവൾക്ക് ഇഷ്ടമായത്, അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് കുറേ അവർ 3 പേരും കൂടി ചർച്ച ചെയ്തിട്ടാണ് എടുത്തെടുത്ത് പോണത്. ഇവരെ ഈ നടത്തം നീങ്ങണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്തിയത് കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ ടിന്നും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ഈ ഒരു സ്ക്വയർ ടിന്ന് മേടിക്കണം എന്ന് വിചാരിക്കണം. ആ ഒരു ടിന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ അവിടെ കുറച്ച് റേറ്റ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കേക്കിൻ്റെ ഷോപ്പിൽ അത്ര റേറ്റ് ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് അവിടെ തന്നെ വെച്ചു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെ കുറേ അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ, അതുപോലെ കുറേ നമ്മൾ റെഡിമെയ്ഡ് അലക്കുകല്ല്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്യണമല്ലോ. കാരണം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. നമ്മളൊന്നും മറന്നു പോകുന്നില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും താഴെ ഫ്ലോറിൽ അല്ലുക്ക് അറിഞ്ഞപ്പോൾ വെറുതെ ഇറങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊന്നും എടുക്കണില്ല, അതൊക്കെ അവരെ തന്നെ LG ഷോപ്പിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കിച്ചണിക്കുള്ള ഐറ്റംസ് മാത്രം പർച്ചേസ് ചെയ്യാനാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ചുമ്മാ വെറുതെ ഒരു വീഡിയോ എടുക്കുകയാണ്. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യണ്ടേ, അപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ഇതിപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് വിശക്കൽ തുടങ്ങി. പക്ഷേ അവർ ആ ഒരു ഷോപ്പിങ്ങിൻ്റെ ഹരം കയറിയതുകൊണ്ട് അവർക്കതൊന്നും തോന്നണില്ല കേട്ടോ. ഞാനും ചിന്നും കൂടി പതുക്കെ ഒരു ചെറിയൊരു ഷോപ്പിൽ പോയിട്ട് ബർഗറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിൽ മിൽക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 3 അവിൽ മിൽക്ക് നമ്മൾ പാർസൽ ചെയ്തിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഷോപ്പിംഗ് നിർത്തിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് മടിയായതുകൊണ്ട് പിന്നെ അവരിത് കഴിഞ്ഞിട്ടേ ഇറങ്ങണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ മാത്രമായിട്ട് പോയി കഴിച്ചത്. അപ്പോൾ കുട്ടികൾക്കൊന്നും നമ്മൾ ഇടയ്ക്കൊക്കെ ഓരോന്ന് കൊടുത്തതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ പിന്നെ ലാസ്റ്റ് പാക്കിങ് ബില്ലിംഗ് ഒക്കെ തുടങ്ങി. ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഈ ഒരു ബില്ല് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാത്തിരുന്ന് ഒരു 4 മണിക്ക് ശേഷമാണ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്ന് ബില്ലാക്കി കിട്ടിയത് കേട്ടോ. അതൊരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് അവരവിടെ നിന്ന് ഒരു ഗിഫ്റ്റും തന്നിട്ടുണ്ടായിരുന്നു. അതും മേടിച്ചിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ മേടിച്ച എല്ലാ ഐറ്റംസും അവർ തന്നെ അവരുടെ വീട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായി ഒരു ജെല്ലി കേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, നമ്മുടെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അതിനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ കുറേ ഫ്രൂട്ട്സ് വീട്ടിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ചെയ്ത് നോക്കുക എന്നുള്ളത്. അങ്ങനെ പുറത്ത് വന്ന് ചെയ്യാണ്. ഈ പുറത്ത് വന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെറുതെ ഞാൻ ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട് അവിടെ ബാസ്ക്കറ്റിൽ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നല്ല ഈച്ചകളുണ്ട് കേട്ടോ. ഈച്ച ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഈ പരിപാടി നിർത്തുന്നില്ല. ഞാൻ എന്തായാലും കുറേ ആയി വിചാരിക്കണം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ളത്. അങ്ങനെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇതിൽ 2 കപ്പ് വെള്ളവും അതിലേക്ക് വേണ്ട പഞ്ചസാരയും പിന്നെ
8 ഗ്രാം ചൈന ഗ്രാസാണ് കേട്ടോ ഞാൻ അതിലേക്ക് മെൽറ്റാക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബൗൾ ചെറിയൊരു ബൗളാണ്, അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വലിയ ഗ്ലാസ്സൊക്കെ എടുക്കണം, നല്ല വലിയ ബൗളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും 2 കപ്പ് വെള്ളം മതിയാവുണ്ടാവില്ല. അപ്പോൾ 3 കപ്പ് 4 കപ്പൊക്കെ വേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ ചെറിയ ബൗളായതുകൊണ്ടാണ് അത്രയും കുറച്ച് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഈ ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കിന് അത് കട്ടയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണ്ടായിരുന്നു. ഇതിലേക്ക് ശരിക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് വെക്കുകയാണെങ്കിലാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവുക. നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടും അനാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഷോ ഉണ്ടാവും, നല്ല പുറത്തേക്ക് നല്ല ഭംഗി ഉണ്ടാവും. ഇതിപ്പോൾ അതൊന്നുമില്ല, ഉള്ളത് വെച്ച് ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ ഷോപ്പിൽ പോയി മേടിച്ചൊക്കെ വരുമ്പോഴേക്കിന് ഇവിടെ ഉള്ള ഫ്രൂട്ട്സ് തീരും. അപ്പോൾ അതിലേറെ നല്ലത് നമ്മളുള്ളത് വെച്ച് പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണല്ലോ. ഞാൻ സൈഡിലൊരു ഫോൺ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു നേലാണ് കേട്ടോ കാണുന്നത്. നമ്മൾ റീൽസിലും ഷോർട്സിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം ഞാൻ പെട്ടെന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും അത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ഇല്ല, നോർമൽ ഒരു നമ്മളെ പഞ്ചസാര ലായനി അങ്ങനെയുള്ളൂ കേട്ടോ. ഫ്രൂട്ട്സിന് അതിൻ്റെ ഒരു ഫ്ലേവറും, കാരണം ഫ്രൂട്ട്സൊന്നും നമ്മൾ ചൂടാക്കണമൊന്നുമില്ലല്ലോ, അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഫ്ലേവറിനൊന്നും ആഡ് ചെയ്യണമില്ല. നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കളറ് മാറും. അപ്പോൾ പിന്നെ നമുക്ക് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് പുറത്തേക്ക് ആ ഒരു ഫ്രൂട്ട്സ് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരു ടേസ്റ്റ് വൈസ് ഒന്നും പ്രത്യേകിച്ചൊരു മാറ്റമില്ല, നോർമൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന അതേ ഫ്ലേവർ തന്നെയാണ്. പക്ഷേ ലുക്ക് വൈസ് അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ ബാക്കിൽ എല്ലാവരും നോക്കിക്കാറുണ്ട് ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ. കുട്ടികൾക്കാണല്ലോ ഇത് പ്രത്യേകിച്ച് ഇത് കാണാനൊരു ആകാംക്ഷ. ഈച്ചകൾ ഭയങ്കരമായിട്ട് ശല്യമാകുന്നുണ്ട്. അപ്പോൾ ഞാനിത് കത്തിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ചാടിയപ്പോൾ ഇവിടെ ഭയങ്കര കയ്യടിയായിരുന്നു കേട്ടോ. അവർക്കിത് കണ്ടപ്പോൾ എന്തോ സാധാ കേക്കിൻ്റെ പോലെ ഒന്നുമില്ല, എന്തോ വലിയ ഒരു എന്താ പറയുക എനിക്കറിയില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ അവരെ കയ്യടിയുടെ സൗണ്ടൊക്കെ കേൾക്കണത്. ഇത് നമ്മൾ കുറേ നേരം കട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ നമ്മൾ ഫോട്ടോസ് എടുക്കണം, അങ്ങനെ സൈഡിൽ വേറെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല, വെറുതെ ഇങ്ങനെ ഷോ ഒക്കെ ആണെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. നോർമലി നമ്മളെ ചാനലിൽ നമ്മൾ കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഇടാറുള്ളത്, കേക്ക് വ്ളോഗൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും ലാഗായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഇടണോ അതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇടണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട്, അത് പ്രത്യേകം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ താങ്ക് യു.